ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഫാബുലസ് ലൈഫ്. 5 വർഷത്തിന് ശേഷം വീണ്ടും ഒരു സൂപ്പർ വുമൺ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു വീഡിയോയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ മുതൽ മനസ്സിൽ ഒരുപാട് ചിന്തകളായിരുന്നു. മിക്സഡ് ഇമോഷൻസ് എന്നും പറയാം. ഇപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുന്ന അന്തരീക്ഷമാണെങ്കിൽ മൂടിക്കെട്ടിയ കാലാവസ്ഥ. ഞാനിവിടെ എൻ്റെ മുൻപിൽ ഒരു ക്യാൻഡിൽ കത്തിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ചൂടുള്ള കോഫി അടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് തണുപ്പുള്ള കാലാവസ്ഥയാണ്. സാധാരണ വൈകുന്നേരം പുറത്തൊക്കെ ഒരുപാട് കുട്ടികൾ കളിക്കുന്നത്, ഇന്ന് കുട്ടികൾ കളിക്കുന്നില്ല. വല്ലാത്തൊരു സൈലൻസ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് ചിന്തകൾ കൂടുമല്ലേ. 5 വർഷം മുമ്പ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് സൈലൻസ് എന്ന് പറയുന്നത് കിട്ടാത്തൊരു സംഗതിയായിരുന്നു. ചെറിയ കുഞ്ഞും ഒച്ചപ്പാടും ബഹളവും, എല്ലാ സമയവും തിരക്കും, അങ്ങനെ ഒരു സമയമായിരുന്നു. ഇന്നിപ്പോൾ എല്ലാം മാറിയിട്ടുണ്ട്. പല വീഡിയോസിലും പറയാറുണ്ടല്ലേ, കുട്ടികളുടെ കാര്യമൊക്കെ പറയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എല്ലാം മാറും എന്നുള്ളത്. അന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞുള്ള സമയത്ത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു സൈലൻ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ ഇരിക്കുന്നത്. ഏതായാലും ഇനിയും പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കുന്നില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടന്നാലോ. 2026 ഒരു സൂപ്പർ വുമണായി മാറാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട 26 കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 1, നിങ്ങളുടെ ഇമോഷണൽ ട്രിഗേഴ്സ് മനസ്സിലാക്കുക. അതായത് എന്തൊക്കെയാണ് നിങ്ങളുടെ ഹേർട്ട് ചെയ്യുന്നത്, ഡ്രെയിൻ ആക്കുന്നത്, നിങ്ങളുടെ പേടി അങ്ങ് ഓണാക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്, ഇതിലൊക്കെയും അവെയർ ആവുക. നിങ്ങളുടെ ഇമോഷണൽ ട്രിഗർ കറക്റ്റായി മനസ്സിലാക്കുക. 2, ഇമോഷണൽ ബൗണ്ടറീസ് ബിൽഡ് ചെയ്യുക. ബൗണ്ടറീസിനെ കുറിച്ചിട്ട് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. നോ പറയേണ്ടടുത്ത് നോ പറയുക. അതിൽ ഗിൽട്ട് ആവശ്യമില്ല അല്ലേ. നമുക്ക് കഴിയാത്ത കാര്യങ്ങളിൽ നോ പറയുക. നിങ്ങളുടെ മനസ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, നിങ്ങളുടെ സമയം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, നിങ്ങളുടെ സമാധാനം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഇമോഷണൽ ബൗണ്ടറീസ് ബിൽഡ് ചെയ്തെടുക്കുക. 3, നിങ്ങളെ സെൽഫ് സൂത്ത് ചെയ്യാനായിട്ട് പഠിക്കുക. അതായത് നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തെ കാം ഡൗൺ ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ കുറച്ചൊന്ന് സ്ട്രെസ്ഡ് ആകുമ്പോൾ തന്നെ ആ കാര്യങ്ങളിലേക്ക് മുഴുകാനായിട്ട് ശ്രമിക്കുക. അതായത് ഗ്രൗണ്ടിങ് ആക്ടിവിറ്റി, ജേർണലിങ്ങോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക, എന്തോ ആയിക്കോട്ടെ, നിങ്ങളെ സൂത്ത് ചെയ്യുന്ന ഹാബിറ്റ് എന്തൊക്കെയാണ് അത് ലൈഫിൻ്റെ ഭാഗമാക്കുക. 4, എല്ലാറ്റിനും സോറി പറയുന്നത് ഒഴിവാക്കുക. എന്ത് കാര്യത്തിനും ഓ സോറി, അയ്യോ സോറി, ഇങ്ങനെ എല്ലാറ്റിനും സോറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒഴിവാക്കുക. സോറി പറയുന്നിടത്ത് സൈലൻ്റ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ സോറി പറഞ്ഞു പോകുന്ന ഏരിയാസിൽ മനഃപൂർവ്വം സൈലൻ്റ് ആവാനായിട്ട് ശ്രമിക്കുക. 5, സത്യങ്ങൾ സാവധാനം പറയാനായി പഠിക്കുക. പലർക്കും വരുന്നൊരു പ്രശ്നമാണ്, എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കാനുണ്ടെങ്കിൽ, മറ്റൊരാൾക്ക് ക്ലിയർ ആക്കി കൊടുക്കാനുണ്ടെങ്കിൽ ആ സത്യങ്ങൾ പറയുമ്പോൾ തൊണ്ട വറക്കാനായിട്ട് തുടങ്ങും. വല്ലാതെ ഇമോഷണൽ ആവും, സങ്കടം അടക്കാൻ പറ്റില്ല അല്ലേ. ഇതൊരു സ്കില്ലാണ്, നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. സമാധാനത്തിൽ സംസാരിക്കാനായിട്ട് പഠിക്കുക, അല്ലെങ്കിൽ സത്യങ്ങൾ സമാധാനത്തിൽ പറയാനായി പഠിക്കുക. 6, നിങ്ങളുടെ ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യുക. നിങ്ങളുടെ പേടികൾ അല്ലെങ്കിൽ നിങ്ങളുടെ റിയാക്ഷൻ, നിങ്ങളുടെ ചില പാറ്റേൺ, ഇതൊക്കെ വരുന്നത് കുട്ടിക്കാലത്ത് നിന്നാണ് അല്ലേ. നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും, നമ്മുടെ സംസാരം, നമ്മുടെ പല രീതികൾ എല്ലാം വരുന്നത് കുട്ടിക്കാലത്തിൽ നിന്നാണ്. നമ്മൾ ചെറിയ പ്രായത്തിൽ പഠിച്ച കുറേ കാര്യങ്ങൾ അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ നമ്മൾ കണ്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെടാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ടാവും. ചില സ്വഭാവങ്ങൾ നമ്മൾ ഇങ്ങനെ ആവാൻ പാടില്ല എന്ന് വിചാരിച്ചത് തന്നെ ചിലപ്പോൾ നമ്മുടെ കുട്ടികളോട് തന്നെ കാണിക്കുന്നുണ്ടാവും. നിങ്ങളുടെ ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യുക. നിങ്ങളുടെ ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യുമ്പോൾ മാത്രമാണ് ഈ പാറ്റേൺ ഒക്കെയും നമുക്ക് മാറ്റാൻ കഴിയുന്നത്. 7, നിങ്ങളുടെ സെൽഫ് ടോക്ക് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുക. എനിക്ക് അത് പറ്റില്ല, ഇത് പറ്റില്ല എന്നൊക്കെ പറയുന്നതിന് പകരം, എനിക്കത് കഴിയേയില്ല, എനിക്കിത് നടക്കുന്നേ ഇല്ല എന്നൊക്കെ പറയുന്നതിന് പകരം, ഞാൻ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമെങ്കിലും പറയാനായി ശ്രമിക്കുക. എനിക്ക് കഴിയും, എനിക്കിപ്പോൾ പറ്റുന്നില്ല എന്നേ ഉള്ളൂ, ഞാൻ ഇനിയും ശ്രമിക്കും. ഈ രീതിയിൽ നിങ്ങളുടെ സെൽഫ് ടോക്ക് മാറ്റം വരുത്തുക. 8, നിങ്ങൾ റെഗുലേറ്റ് ചെയ്യുന്ന റുട്ടീനിലേക്ക് മാറാനായിട്ട് ശ്രമിക്കുക. ഉറക്കത്തിന് പ്രാധാന്യം കൊടുക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, മൂവ്മെൻറ്റ്സിന് പ്രാധാന്യം കൊടുക്കുക. നടക്കുന്നതോ എക്സസൈസ് ചെയ്യുന്നതോ ഒക്കെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊണ്ട് നടക്കുക. മോർണിംഗിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിൽ തീരുമാനം എടുക്കുക. ഇതൊക്കെ ഒരു സൂപ്പർ വുമൺ ആവാനുള്ള ഫൗണ്ടേഷനാണ് കേട്ടോ. 9, നിങ്ങളുടെ എനർജി മാസ്റ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എനർജി കൂട്ടുന്ന കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എനർജി കൂടുന്നത്, നിങ്ങളുടെ സന്തോഷം കൂടുന്നത്, നിങ്ങളുടെ ആത്മവിശ്വാസം കൂടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. 10, പീപ്പിൾ പ്ലീസിങ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. ഈ 2026 പീപ്പിൾ പ്ലീസിങ്ങിന് സ്ഥാനമില്ല എന്ന് തന്നെ നിങ്ങൾക്ക് തീരുമാനിക്കാം. മറ്റുള്ളവരുടെ അപ്രൂവൽ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതൊക്കെ ഒഴിവാക്കുക. നിങ്ങൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുക. 11, ആക്ഷൻ എടുത്തുകൊണ്ട് കോൺഫിഡൻസ് കൂട്ടാനായിട്ട് ശ്രമിക്കുക. ആത്മവിശ്വാസം ആക്ഷനിലൂടെ കൂട്ടാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് പേടി തോന്നുന്ന കാര്യങ്ങൾ ഓരോന്നും ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് ചെയ്താൽ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും. നിങ്ങൾക്ക് എല്ലാ പേടിയും മറികടക്കാനായിട്ട് കഴിയും. ധൈര്യക്കുറവുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ, എൻ്റെ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്, അത് നമ്മളെ മൂടിക്കളയും. നമുക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത, ആത്മവിശ്വാസം ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ
മെല്ലെ മെല്ലെ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പ് വെച്ചുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് കൂടും. നമുക്ക് നമ്മളോടുള്ള വിശ്വാസം കൂടണമെങ്കിൽ നമ്മൾ ലൈഫിൽ ആക്ഷൻ എടുത്തേ മതിയാവുള്ളൂ. 12, പെർഫെക്ഷൻ ഒട്ടും തന്നെ സ്ഥാനം കൊടുക്കാതിരിക്കുക. ഇതെനിക്ക് തോന്നുന്നു കഴിഞ്ഞ വീഡിയോയിലും ഉണ്ടായിട്ടുള്ളൊരു പോയിൻ്റാണ്. എൻ്റെ ഒട്ടുമിക്ക വീഡിയോസിലും ആവർത്തിക്കുന്ന ഒരു കാര്യമാണ് പെർഫെക്ഷൻ ഒഴിവാക്കാനായിട്ട്. പക്ഷേ ഇത് കുറേ പേർക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞാനും ഒരുപാട് വർഷങ്ങളെടുത്തിട്ടാണ് പെർഫെക്ഷനിൽ നിന്ന് പുറത്ത് കടന്നിട്ടുള്ളത്. എന്ത് കാര്യമാണെങ്കിലും പെർഫെക്ഷൻ നോക്കാതെ പൂർത്തിയാക്കാനായിട്ട് ശ്രമിക്കുക. 13, ഒരു സൂപ്പർ വുമൺ സ്കില്ല് പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ അത് ലൈഫിൻ്റെ ഭാഗമാക്കുക. പബ്ലിക് സ്പീക്കിങ്ങോ അല്ലെങ്കിൽ എഴുത്തോ ഡിസിപ്ലിനോ ലീഡർഷിപ്പോ എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇത് ചെയ്താൽ ഞാൻ സൂപ്പർ വുമൺ ആവും എന്ന് തോന്നുന്ന ഒരു ഏരിയ സെലക്ട് ചെയ്തിട്ട് ആ ഏരിയയിൽ എക്സലൻ്റ് ആവാനായിട്ട് ശ്രമിക്കുക. 14, നിങ്ങളുടെ എൻവയോൺമെൻറ്റ്, ഇമോഷണൽ എൻവയോൺമെൻറ്റ് ഡീക്ലട്ടർ ചെയ്യുക. നിങ്ങളുടെ മനസ്സോ നിങ്ങളുടെ വീടോ നിങ്ങളുടെ റിലേഷൻഷിപ്പോ നിങ്ങളുടെ ഡിജിറ്റൽ ലൈഫോ എവിടെയാണ് ഡീക്ലട്ടറിങ് ആവശ്യമുള്ളത് അത് നിർബന്ധമായും ചെയ്തേക്കുക. 15, നിങ്ങളുടെ സ്റ്റാൻഡേർഡ് നിങ്ങൾ കീപ്പ് ചെയ്യുക. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് താഴോട്ട് നിങ്ങൾ പോവാതിരിക്കുക. നിങ്ങൾക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. പക്ഷേ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ കൂടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് ആ ഒരു സ്റ്റാൻഡേർഡ് ഇല്ല എന്നാണെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് കുറക്കാതിരിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ചുരുങ്ങാതിരിക്കുക. 16, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്സ് അപ്ഗ്രേഡ് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, ഇൻസ്പയർ ചെയ്യുന്ന, ഹോണസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സാണ് നിങ്ങളുടെ ചുറ്റുമുള്ളത് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അല്ലാതെ നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള ഫീലിങ്സ് തന്നുകൊണ്ടിരിക്കുന്ന, ചിന്തകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സിൻ്റെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ബൗണ്ടറി ഉണ്ടായിരിക്കുക. 17, ഒന്നിൻ്റെയും പുറകെ ഓടാതിരിക്കുക. ഓരോന്നും അതിൻ്റെതായ സമയത്ത് നടക്കും എന്നുള്ളതിൽ വിശ്വസിക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കുറച്ച് ഫ്രണ്ട്സ് വേണം, നല്ല സ്വഭാവമുള്ള, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലുള്ള കുറച്ച് ഫ്രണ്ട്സിനെ വേണം. പക്ഷെ കാണുന്ന ആൾക്കാരെയൊക്കെ ഫ്രണ്ട്സാക്കാൻ വേണ്ടി ഒരുപാട് ഓടി നടക്കാതെ നിങ്ങളെ ഇമ്പ്രൂവ് ആവാനുള്ള കാര്യങ്ങൾ മാത്രം, ഇമ്പ്രൂവ് ആക്കാനുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുക, എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യുക. നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ നിങ്ങളുടെ കൂടെ കൂടിക്കോളും. 18, ആവശ്യങ്ങൾ ഉണ്ടാവുമ്പോൾ സഹായം ചോദിക്കാനായി പഠിക്കുക. നമ്മൾ എല്ലാ കാര്യവും ഒറ്റയ്ക്ക് പരിഹരിക്കാമെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ തകർന്നു പോകും, നമുക്ക് സഹിക്കാൻ പറ്റാതെയാവും, നമ്മൾ ബേൺ ഔട്ടിലേക്ക് പോകും. നിങ്ങൾക്ക് സഹായം ആവശ്യമുണ്ടാകുന്ന സമയത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ട ആൾക്കാരോട് സഹായം ചോദിക്കുക. 19, മറ്റുള്ളവർ നിങ്ങളെ വാല്യൂ ചെയ്യാൻ വേണ്ടി നിങ്ങളെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒഴിവാക്കുക. ഞാൻ ഇങ്ങനെയാണ്, ഇന്ന പോലെയാണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയാണ് എൻ്റെ സാലറി, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇത്ര മണിക്കൂർ ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ രീതിയിൽ നമ്മളെക്കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്, ഇതെനിക്കുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഇതിനെക്കുറിച്ച്, ഈ ഒരു വിഷയത്തെക്കുറിച്ച് എത്ര വേണമെങ്കിലും സംസാരിക്കാൻ പറ്റും, ഇങ്ങനെ സംസാരിക്കുന്നത് ഒഴിവാക്കുക. അവിടെ ആക്ച്വലി നമുക്ക് വാല്യൂ കൂടുകയല്ല ചെയ്യുന്നത്, കുറേയാണ് ചെയ്യുന്നത്. നമ്മുടെ കാര്യങ്ങൾ സീക്രട്ടായി വെക്കലാണ് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള കാര്യം. 20, ഗ്രോത്തിന് വേണ്ടി ഡെയിലി ഒരു കാര്യമെങ്കിലും ചെയ്യുക. ഒരു പോഡ്കാസ്റ്റ് കേൾക്കുക, കുറച്ച് പുസ്തകം വായിക്കുക, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു കാര്യത്തിൽ ആക്ഷൻ എടുക്കുക. ഇങ്ങനെ എന്തോ ആവാം, ഗ്രോത്തിന് വേണ്ടി എല്ലാ ദിവസവും എന്തേലും ഒന്ന് ചെയ്യുക. ഒരു പെർസെൻറ്റേജ് എങ്കിലും ഗ്രോത്ത് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ ദിവസവും. 21, വെറുതെ ഇരിക്കുന്നതുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കുക. ഇങ്ങനൊരു പോയിന്റ് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം പഠിക്കുന്ന ഒരു പോയിന്റ് കൂടിയാണ്. നമുക്ക് റെസ്റ്റ് ആവശ്യമാണ്. ഇത് എത്ര നമ്മൾ കേട്ടാലും ചെയ്യാത്തൊരു സംഗതി കൂടിയാണ്. പലപ്പോഴും ലൈഫിൽ ഒരുപാട് ഓടി അങ്ങ് തളർന്ന് എഴുന്നേക്കാൻ പറ്റാതെ വീണാൽ മാത്രം നമ്മൾ എടുക്കുന്ന ഒരു ഡിസിഷൻ ആയിരിക്കും റെസ്റ്റ് എടുക്കുക എന്നുള്ളത്. നമുക്ക് റെസ്റ്റ് എടുക്കാനായിട്ട് ആരുടെയും അനുവാദം ആവശ്യമില്ല. നമുക്ക് റെസ്റ്റ് എടുക്കാം. റെസ്റ്റ് എടുക്കുന്നത് തെറ്റല്ല. നമുക്ക് ഏത് സമയത്തും വെറുതെ കിടക്കാം, അല്ലെങ്കിൽ ഉറങ്ങാം, എന്തും നമുക്ക് ചെയ്യാം. മറ്റുള്ള ജോലികൾ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾക്ക് റെസ്റ്റ് ആവശ്യമാണ്, നിർബന്ധമാണ്. റെസ്റ്റ് എടുക്കുമ്പോൾ അയ്യോ ഇത് ഞാൻ അർഹിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാനിത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ എത്ര ജോലികൾ എനിക്ക് ചെയ്യാനുണ്ട് എന്നൊരു തോട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങളിതിൽ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യണം എന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. റെസ്റ്റ് എടുക്കുന്നത് നിങ്ങളുടെ അവകാശമായിട്ട് കാണുക. ഉറങ്ങാനുള്ള സമയം, വെറുതെ ഇരിക്കാനുള്ള സമയം ഒക്കെയും നിങ്ങൾ കണ്ടെത്തുക. 22, നിങ്ങളുടെ ശരീരവുമായി, നിങ്ങളുടെ ബോഡിയായിട്ട് സമാധാനത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക. എങ്ങനെയെങ്കിലും ഫുഡ് കൊടുത്ത്, എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്തുകൊണ്ട് അങ്ങനെ ജീവിച്ച് പോകുന്നതിന് പകരം എന്താണ് നമ്മുടെ ശരീരത്തിന് വേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ധരിക്കുന്നത്, നമ്മൾ എന്താണ് കുടിക്കുന്നത്, എന്താണ് കഴിക്കുന്നത്, എന്തൊക്കെയാണ് ഓരോ ദിവസവും ചെയ്യുന്നത്, ശരീരത്തിന് വേണ്ടത് തന്നെയാണോ കൊടുക്കുന്നതെന്നൊക്കെ നോക്കിക്കൊണ്ട് ഒന്ന് ആ ഒരു ബന്ധം പുതുക്കുക. 23, പണത്തെക്കുറിച്ച് പഠിക്കുക, അല്ലെങ്കിൽ സമ്പത്തിനെക്കുറിച്ച് പഠിക്കുക. എങ്ങനെ പണമുണ്ടാക്കണം, എങ്ങനെ സേവ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുക മാത്രമല്ല അതിനുവേണ്ടി വർക്ക് ചെയ്യുക. 24, ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റിനെ കുറിച്ച് മനസ്സിലാക്കുക, അത് പ്രാക്ടീസ് ചെയ്യുക. ചുറ്റും നാടകം കളിക്കുന്ന ഒരുപാട് പേരുണ്ടെങ്കിൽ അതിലൊക്കെ വീണ് പോവാതെ അവരിൽ നിന്ന് മാറി നിൽക്കാനായിട്ട്, അവരിലേക്ക് കൂടുതൽ പവർ കൊടുക്കാതെ മാറി നിൽക്കാനായിട്ട്
പഠിക്കുക. ഏതെങ്കിലും ഒരു വിഷയം കേൾക്കുന്ന സമയത്ത് അതിൽ പാനിക് ആവാതെ അല്ലെങ്കിൽ അതിൽ ഒരുപാട് ചിന്തകൾ കൊടുത്ത് അതിനെ അങ്ങ് വളർത്തുന്നതിന് പകരം ഒന്ന് ഡിറ്റാച്ച് ആയി അതിനെക്കുറിച്ച് ക്ലിയർ ആയി ചിന്തിക്കാനായിട്ട് പഠിക്കുക. 25 ഫോളോ ദി സൂപ്പർ വുമൺ മോർണിംഗ് ഫോർമുല. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എക്സസൈസ് ചെയ്യുക, ബ്രീത്ത് ചെയ്യുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, പ്രാർത്ഥിക്കുക, പ്ലാൻ ചെയ്യുക. അന്നത്തെ ദിവസം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് പ്ലാൻ ചെയ്യുക. ആ പ്ലാനിങ് നടപ്പിൽ വരുത്തുക, എക്സിക്യൂട്ട് ചെയ്യുക. ഇത് ഡെയിലി ചെയ്യുമ്പോഴാണ് നിങ്ങളൊരു സൂപ്പർ വുമൺ ആയിട്ട് മാറുന്നത്. ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത്? നമ്മളെ ഗ്രൗണ്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ്. ഇനി ഫൈനൽ വൺ, റീഇൻവെന്റ് യുവർ സെൽഫ് എവറി 90 ഡേയ്സ്. ഒരു 3 മാസം കൂടുമ്പോൾ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുക. ഞാൻ ആരായാണ് ഇപ്പോൾ മാറിയിട്ടുള്ളത്? എന്തൊക്കെ മാറ്റാണ് ഇനി എനിക്ക് വേണ്ടത്? ഞാൻ ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? എന്തൊക്കെ ചെയ്താൽ എനിക്ക് ഞാനായി മാറാനായിട്ട് കഴിയും, എൻ്റെ ഉള്ളിലുള്ള ആ ഒരു വ്യക്തിയായി മാറാനായി കഴിയും? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ സ്വന്തത്തോട് ചോദിച്ചു കൊണ്ടേയിരിക്കുക. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളായിട്ടുണ്ടല്ലേ. ഇതിലുള്ള എല്ലാ കാര്യവും ചെയ്യണം എന്നല്ല പറയുന്നത്. ഇതിൽ പറയുന്ന ഒരു 4 കാര്യമെങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. 4 കാര്യങ്ങൾ അടുത്ത ഒരു വർഷം നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ തന്നെ നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ് മാറും. ഇനി 4 ചെയ്യാൻ പറ്റില്ല എന്നാണെങ്കിൽ ഒരു കാര്യം അടുത്ത 3 മാസം പ്രാക്ടീസ് ചെയ്യുക. റിസൾട്ട് 100% ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഈ പറഞ്ഞ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് സ്വയം മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്നാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ, അതായത് എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഗ്രൂപ്പ് കോച്ചിങ്ങിൽ പങ്കെടുത്തുകൊണ്ട് നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാം. 2 ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മുടെ പുതിയ ഗ്രൂപ്പ് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്, ഇന്നർ സെൽഫ് ഹീലിംഗ്. ചെറിയ പ്രായം മുതൽ ഈ ഒരു വയസ്സ് വരെ നിങ്ങൾ ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് ആഴത്തിലുള്ള മുറിവുകൾ ഏറ്റിട്ടുണ്ട് എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പ് കോച്ചിങ്ങിൽ പങ്കെടുക്കാം. താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ, ബൈ.